തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അനീഷയുടെ മൊഴി പുറത്ത്. യൂട്യൂബ് നോക്കിയാണ് പ്രതി അനീഷ പ്രസവിച്ചതെന്നും ലാബ് ടെക്നീഷ്യൻ കോഴ്സിന്റെ ഭാഗമായി ലഭിച്ച അറിവുകളും പ്രസവത്തിന് സഹായിച്ചതായും അനീഷയുടെ മൊഴി. വയറിൽ തുണികെട്ടി ഗർഭാവസ്ഥ മറച്ചുപിടിച്ചതായും അനീഷ മൊഴി നൽകി. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രസാദ് കാളിദാസൻ വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, സംഭവത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും പുതിയ സംഭവങ്ങൾ പുറത്തേക്ക് വരികയാണ്. യൂട്യൂബ് നോക്കിയൊക്കെ പ്രസവം എടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും മജ്ന, അത്രത്തോളം ഭീകരമായ വിശദാംശങ്ങളാണ് ഈ ഒരു സംഭവം പുറത്തു വന്നതിനെ തുടർന്ന് നമുക്കറിയാൻ സാധിച്ചത്. ഇപ്പോൾ നിലവിൽ ആ കുറ്റസമ്മതത്തിന് ശേഷം, അതായത് ആദ്യ പ്രതി ഭവിൻ പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തുകയായിരുന്നു. അതിനുശേഷം ആ കുറ്റസമ്മതത്തിലൂടെയാണ് പിന്നീട് അനീഷയിലേക്ക് എത്തിയത്. പിന്നീട് ഇരുവരെയും ചേർന്നുള്ള ഒരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ട്. ആ ഒരു ചോദ്യം ചെയ്യലിൽ നിർണായക മൊഴികൾ തന്നെയാണ് പുറത്തു വന്നത്. ഇതേ തുടർന്ന്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായത്, ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കുഴിച്ചിടാൻ വേണ്ടി പഠിച്ചത് യൂട്യൂബ് നോക്കിയാണ് എന്നുള്ളതാണ് പ്രതി അനീഷ പറഞ്ഞത്. മാത്രമല്ല, ഗർഭകാലത്ത് ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഈ ഒരു ഗർഭകാലം നടന്നിരുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു ശരീരത്തിൻ്റെ മാറ്റം പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇറങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ച് ആ ഗർഭകാലത്ത് നടന്നത് എന്നുള്ളതാണ് അനീഷ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ യൂട്യൂബ് നോക്കി പഠിച്ച് ശുചിമുറിയിൽ പ്രസവിക്കുകയായിരുന്നു. പിന്നീട് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് അനീഷയുടെ മൊഴി എന്ന് പറയുന്നത്. എന്തായാലും ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇനിയും മൊഴിയെടുപ്പ് തുടരും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രണ്ടുപേരുടെയും, അമ്പല്ലൂരിലെയും നൂലുവല്ലിയിലെയും ഈ പ്രതി ഭവിൻ്റെയും അനീഷയുടെയും വീടുകളിലെത്തി തെളിവെടുപ്പെല്ലാം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ പ്രധാനമായും നടക്കാനുള്ളത്, ഇവരുടെ രണ്ട് വീടുകളിലുമായിട്ടാണ് രണ്ട് കുഞ്ഞുങ്ങളെയും കുഴിച്ചിട്ടുള്ളത്. ആദ്യത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ടത് പ്രതി അനീഷയുടെ വീട്ടുമുറ്റത്തും രണ്ടാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ടത് പ്രതി ഭവിൻ്റെ വീട്ടിലുമാണ്. അപ്പോൾ ഈ രണ്ട് വീടുകളിലും ചെന്ന് ഈ കുഴികൾ മാന്തിയുള്ളൊരു പരിശോധന ഇന്നുണ്ടാകും. ഫോറൻസിക് സംഘം അതിനായി തയ്യാറെടുത്ത് കഴിഞ്ഞു. അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു തെളിവെടുപ്പെല്ലാം കൃത്യമായി നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൂടുതൽ DNA പരിശോധനയ്ക്കായിട്ടൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു കുഴി മാന്തിയുള്ള ഒരു പരിശോധന ഉണ്ടാവുക. നേരത്തെ തന്നെ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും അസ്ഥികൾ ഈ ഭവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു തർക്കത്തെ തുടർന്നാണ് ഭവിൻ പിന്നീട് മദ്യാസക്തിയിൽ പോലീസിൻ്റെ അടുത്തെത്തി ഈ കുറ്റസമ്മതം നടത്തിയത്. പിന്നീടാണ് അനീഷയിലേക്ക് എത്തിയത്. ഈ ഒരു സംഭവം തന്നെ പുറത്തു വന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ ഒരു കുഴിമാന്തിയുള്ള പരിശോധനയോടൊപ്പം ഏറ്റവും പ്രധാനം, ഈ ഇരു പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അത് റിമാൻഡിലേക്ക് കടക്കുമോ കസ്റ്റഡി അപേക്ഷയായിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം വരെ കോടതിയിൽ ഹാജരാക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അതിനു മുമ്പ് കുഴിമാന്തിയുള്ള ഒരു പരിശോധന പൂർത്തിയായി ഇവരുടെ മൊഴിയെടുപ്പും കൂടി പൂർത്തിയാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായും മൊഴിയെടുപ്പ് അടക്കമുള്ള പ്രക്രിയകളെല്ലാം പൂർത്തിയാവുകയാണെങ്കിൽ ഇത് റിമാൻഡിലേക്ക് തന്നെ പോവുകയുള്ളൂ എന്ന് തന്നെ നമുക്ക് നിഗമനം വെക്കാം. അല്ലെങ്കിൽ കൂടുതൽ മൊഴിയെടുപ്പിലേക്കൊക്കെ കടക്കേണ്ട സാഹചര്യങ്ങൾ വീണ്ടും അവിടെ ഉടലെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പോലീസ് ഒരു കസ്റ്റഡി അപേക്ഷയിലേക്ക് തന്നെ നീങ്ങുമെന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഇരു പ്രതികളെയും ഹാജരാക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അജുന. കാളിദാസ്, ഈ ആദ്യ പ്രസവം നടക്കുന്നത് 2021-ലാണ്. അതായത് പ്രായപൂർത്തിയായിട്ടുണ്ടോ ഈ രണ്ടുപേരും എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതായത് അപ്പോൾ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ഇതിലേക്ക് വരത്തില്ലേ? പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് ഈ പ്രതി ഭവിൻ്റേത്, അതായത് കാമുകൻ ഭവിന് ഇപ്പോൾ 26 വയസ്സാണ്. അപ്പോൾ ഈ 2021 കാലയളവിൽ അദ്ദേഹത്തിന് എന്തായാലും പ്രായപൂർത്തിയായി എന്നുള്ളത് ഉറപ്പാണ്. സംശയം നിലനിൽക്കുന്നത് ഈ പ്രതി അനീഷയുടെ പ്രായത്തെ പറ്റിയാണ്. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അനീഷയ്ക്ക് എത്രത്തോളം പ്രായമുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗർഭം പ്രസവിക്കുന്നതിനേക്കാൾ ഉപരി ഇതിനു മുമ്പ് അവർ ഇത്തരത്തിലൊരു ബന്ധത്തിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പ്രതി അനീഷയുടെ പ്രായം എന്താണ് എന്നുള്ളതൊക്കെ തന്നെ കണക്കിലെടുത്തായിരിക്കും ഇത്തരത്തിലുള്ള ചില ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ നടപടികളിലേക്കൊക്കെ കടക്കുക. എന്നിരുന്നാലും ഉഭയസമ്മതത്തോടു കൂടിയുള്ളതാണ്. അതിനുശേഷം ഇരുവരും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോക്സോ വകുപ്പ് എത്രത്തോളം ഈ ഒരു കേസിൽ നിലനിൽക്കുമെന്നുള്ളതിൽ ഒരു ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് കൃത്യമായൊരു വിവരം അധികൃതരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കും. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് പോക്സോ വകുപ്പൊന്നും ഈ ഒരു കേസിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. പോക്സോ വകുപ്പിന് സാധ്യതയുണ്ടെങ്കിൽ
തീർച്ചയായും ആ നടപടികളിലേക്കൊക്കെ പോലീസ് അധികൃതരും കടക്കും. എന്തായാലും ഈ പ്രതി അനീഷ കാമുകിയുടെ അതായത് കുഞ്ഞുങ്ങളുടെ ഈ നവജാത ശിശുക്കളുടെ മാതാവ് അനീഷയുടെ പ്രായമാണ് ഇതിലെ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു ആശങ്ക തീർക്കുന്നത്. കാരണം ഇപ്പോൾ അനീഷയ്ക്ക് 21 വയസ്സാണ്, 22ലേക്ക് കടക്കുന്നു. അപ്പോൾ ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത്, അതായത് 2021 2024 2024 സംബന്ധിച്ച് എന്തായാലും 20 വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ. എന്നാൽ 2021 എത്തുമ്പോൾ എത്രത്തോളം ആ സമയത്തേക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടോ എന്നുള്ളതാണ്, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ മൊഴിയെടുപ്പിലേക്കൊക്കെ എന്തായാലും കടന്നേക്കും. ഇത്തരത്തിലുള്ള ചില മൊഴിയെടുപ്പുകൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. ഈ ഒരു കുഴി മാന്തിയുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കാം ഇത്തരത്തിലുള്ള മൊഴിയെടുപ്പും വീണ്ടും പുരോഗമിക്കരാക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു മൊഴിയെടുപ്പ് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അതിനുശേഷമായിരിക്കാം കോടതിയിൽ ഹാജരാക്കുന്നത്. ഇന്ന് ഒന്നുകിൽ അത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഒന്നുകിൽ അത് റിമാൻഡിലേക്ക് പോകും, ഇരു പ്രതികളും റിമാൻഡിലാകും, അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകി പോലീസ് വീണ്ടും ഇവരെ കസ്റ്റഡിയിൽ നിർത്തി ചോദ്യം ചെയ്യൽ തുടരും എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അർജുന, എന്നിരുന്നാലും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് 2 നവജാത ശിശുക്കളെ അമ്മ തന്നെ കൊന്നുവെന്ന വാർത്ത ഇന്നലെയോടെ പുറത്തു വന്നത്. നിലവിലിതാ കൂടുതൽ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. യൂട്യൂബ് നോക്കിയാണ് പ്രതി അനീഷ പ്രസവിച്ചതെന്നാണ് മൊഴി. ലാബ് ടെക്നീഷ്യൻ കോഴ്സിന്റെ ഭാഗമായി ലഭിച്ച അറിവുകളും പ്രസവത്തിന് സഹായിച്ചതായി അനീഷയുടെ മൊഴി പുറത്തുവരുന്നു. വയറിൽ തുണി കെട്ടി ഗർഭാവസ്ഥ മറച്ചു പിടിച്ചതായും അനീഷ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രസാദ് കാളിദാസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.